എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളംസ് ഉണ്ട്. എന്നിട്ടാ ഹായ് പറയ്. ഹായ്. ഓക്കെ നിക്കു ഹായ് പറഞ്ഞേ. ഇവിടെ നോക്കി പറഞ്ഞേ, ഡാഡി നോക്കി പറഞ്ഞേ ഹായ് പറഞ്ഞേ. അവനവൻ്റെ ബിസിനസ്സിലാണ്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒരു പൂരി ആണെന്ന് ഉണ്ടാക്കുന്നത്. പൂരി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നല്ല രീതിയിൽ അധികം എണ്ണ കുടിക്കാതെ എങ്ങനെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പൂരി ഉണ്ടാക്കാൻ ആവശ്യമായ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കണം. മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടി ഞാനൊരു ബേസിൻ എടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് അറിയാത്തവർക്ക് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചതാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. പിന്നെ ബാക്കി നമുക്ക് അതിൻ്റെ കൂടെ സെറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് അരക്കപ്പിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് 1/3 കപ്പ്, അതായത് 1/3 ഭാഗം ഒരു കപ്പിൻ്റെ 1/3 ഭാഗം അതാണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഇത് 1/4 കാൽ കപ്പ് അതാണ് നാലാമത് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ 4 അളവിലാണ് നമുക്ക് കപ്പുകൾ ലഭിക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കപ്പ് മെഷർമെൻറ്റ്സിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്കും അതുപോലെ കുക്കിങ്ങൊക്കെ ആദ്യമായിട്ട് ഇപ്പം പഠിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായി 4 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് കണ്ടോ, നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചിട്ട് ഈ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മോൾ ഭാഗം ഇങ്ങനെ കൈ ജസ്റ്റ് വിരൽ വെച്ച് ഇങ്ങനെ വടിച്ച്, അതാണ് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ഒരു കപ്പ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ 4 കപ്പ് എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വലിയ അളവിലാണ് കാണിക്കുന്നത്. ഈ അളവ് ഉപയോഗിച്ച് 10 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്, അതുകൊണ്ട് അവരിടയ്ക്ക് കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുവാണ്. ഇപ്പോൾ രാവിലത്തെ മിച്ചം ഉണ്ടെങ്കിൽ അവർ വൈകിട്ടും ചായക്കൊക്കെ കഴിച്ചോളും. മൂത്ത ആൾക്കാണെങ്കിൽ വെക്കേഷനുമാണ്, അപ്പം തന്നെയായാലും അവർ കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ, 4 കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ 2 കപ്പിൻ്റെ ഇതിലേക്ക് മാറ്റി നിങ്ങളതപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പും വെള്ളമൊക്കെ അതനുസരിച്ച് മാറ്റി ചെയ്താലും മതിയാകും. അപ്പോൾ 4 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ സ്പൂണുകളൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ചെറിയ സ്പൂൺ, ടീസ്പൂൺ എന്ന് പറയുന്നത് ചെറുത്. 1 ടീസ്പൂണിൽ 5 ml ആണ് അളവ് കൊള്ളുന്നത്. ഇതാണ് ടേബിൾ സ്പൂണിൽ 15 ml അളവ് കൊള്ളും. അപ്പോൾ ഇതാണ് 2 സ്പൂൺ എന്നുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായാലോ? കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അതിൻ്റെ ഡിഫറൻസ്. ചെറിയ ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. 1.5 ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ പൊടിയിൽ നിന്ന് അല്പം എടുത്ത് രുചിച്ച് നോക്കിയാൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഉപ്പെല്ലാം ഓക്കെ ആണ് കേട്ടോ, ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇത് മതിയാകും. ഇനി മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. 4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് സ്പൂൺ വെച്ച് നന്നായി ഇളക്കി പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇങ്ങനെ സ്പൂൺ വെച്ച് ആദ്യം മാവിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പലർക്കും ചപ്പാത്തിക്കും പൂരിക്കും മാവ് കുഴയ്ക്കുന്നത് ഒരു വലിയ പണിയായിട്ടാണ് തോന്നാറുള്ളത്, ഒരു ഹെവി വർക്കായിട്ട്. തുടക്കം മുതൽ, അതായത് വെള്ളം ഒഴിക്കുന്നത് മുതൽ നമ്മൾ കൈ വെച്ച് മാവിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് നന്നായി കുഴച്ചൊരു കുഴമ്പ് പരുവത്തിലാക്കണം. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈയെല്ലാം വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സ്പൂൺ വെച്ച് നമ്മൾ ആദ്യം ഈസി ആയിട്ട് ഒന്ന് പരുവത്തിലാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കൈ വെച്ച് ചെയ്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഗോതമ്പ് മാവ് നമ്മുടെ കൈപ്പത്തിയിലും കൈവിരലുകൾക്കിടയിലും പറ്റിപ്പിടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് ഇവിടെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. മാവ് നല്ല രീതിയിൽ ഇതാ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല തൊടുമ്പോൾ ഉണ്ടോ, നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നമുക്കത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴാണ് ഒന്നുകൂടി അത് മാവ് നന്നായി സോഫ്റ്റ് ആവുന്നത്. മാവ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം ഞാൻ നിങ്ങളെ ഒരു ട്രിക്ക് കാണിക്കാം. ഇത് കുറേ പേർക്കെല്ലാം അറിയുന്നതായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ചപ്പാത്തി പ്രസ്സിൽ പൂരി നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് എളുപ്പത്തിൽ നമുക്ക് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ഒരു പാത്രം വെച്ച്
ജസ്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ കവറിനാണെങ്കിൽ 2 സൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 സൈഡിൽ നിന്ന് അങ്ങനെ 2 റൗണ്ടിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിനെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ഈ മാവ് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഈസി ആയിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി നമുക്ക് വിട്ട് കിട്ടും ഈസി ആയിട്ട്. ഞാൻ ഉണ്ടാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പൂരിക്ക് ആവശ്യമായ രീതിയിൽ ആ ഒരു സൈസിൽ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. എല്ലാ മാവും അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് ആട്ട വാങ്ങിച്ചപ്പോൾ അൽബേക്കറിൻ്റെ ആട്ട വാങ്ങിച്ചപ്പം അതിൻ്റെ തന്നെ കവർ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തി പ്രസ്സിൻ്റെ 2 സൈഡിലും നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കവറിലോട്ട് അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. അതായത് 2 കവറിൻ്റെയും ഉൾവശങ്ങളിൽ തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ പ്രസ് ചെയ്തതിന് ശേഷം പൂരി നമുക്ക് എളുപ്പം വിട്ട് കിട്ടുകയുള്ളൂ. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ എണ്ണ തൂത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 7 പൂരിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ എണ്ണ തൂത്ത് കൊടുത്താൽ മതിയാകും. അതായത് എപ്പോഴാണോ പിന്നെ വീണ്ടും അതിലോട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നത് അന്നേരം മാത്രം നമുക്ക് എണ്ണ തൂത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് പൂരി ഈസി ആയിട്ട് വിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ നമുക്ക് എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നമുക്ക് പൂരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായി വാർന്നതിന് ശേഷം കാസ്ട്രോളിലേക്ക് പകർത്തുക. അപ്പോൾ ഇതേപോലെ എല്ലാ പൂരിയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആഹാ, എന്ത് രസമല്ലേ നമ്മുടെ പൂരി പൊങ്ങി വരുന്നത് കാണാൻ. അപ്പോൾ നല്ല പോളയുള്ള പപ്പടം പോലെ നമ്മുടെ പൂരിയെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ എന്ത് രസമല്ലേ. അപ്പോൾ ഈ പൂരി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവർ ഒരു കറിയില്ലെങ്കിലും അവർ കൊണ്ടുപോയി കഴിച്ചോളും. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ചിക്കൻ കറിയാണ്. അപ്പം ഞാൻ ഇത് ചിക്കൻ കറി കൂട്ടി ഒരു പിടിപിടിക്കാൻ പോകാട്ടോ. ഒരു പൂരി നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കിക്ക് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പൂരിയുടെ ഫോറെവർ കോംബോ ആയ ബാജി എന്തായാലും നമ്മൾ നെക്സ്റ്റ് ടൈം ചെയ്യുന്നതായിരിക്കും. അപ്പം അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. സ്റ്റാർ ഫാമിലിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ലിഡിയ ഫ്രം സ്റ്റാർ ഫാമിലി.